ആഴ്ചപ്പാട്, അതെ, കാഴ്ചപ്പാട്. കാഴ്ചപ്പാടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പാതി വില തട്ടിപ്പാണ് ചർച്ചാ വിഷയം. ആയിരക്കണക്കിന് സാധാരണക്കാരായ ആളുകളെയാണ് അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന വലിയൊരു തട്ടിപ്പുകാരൻ വഞ്ചിച്ചിരിക്കുന്നത്. അയാൾ മാത്രമല്ല, അയാൾക്ക് പിന്നിൽ ആനന്ദകുമാറിനെ പോലുള്ള വലിയ സ്രാവുകളുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ മലയാളികൾ ഇത്തരം തട്ടിപ്പുകളിൽ ചെന്ന് കുടുങ്ങുന്നത്? ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ചർച്ച. ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്റ്റുഡിയോയിൽ ചർച്ചയ്ക്കായി എത്തിയിരിക്കുന്നത് അറിയപ്പെടുന്ന നിയമവിദഗ്ധനും വക്കീലുമായ അഡ്വക്കേറ്റ് റേഞ്ച് അവറുകളാണ്. അദ്ദേഹം സുപ്രീം കോടതിയിലും ഒപ്പം ഹൈക്കോടതിയിലും അറിയപ്പെടുന്ന നിയമവിദഗ്ധനാണ്. സ്വാഗതം സാർ. സാർ, ഇപ്പം അടുത്ത കാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നൊരു സാമൂഹിക വിഷയം എന്ന് മാത്രം അതിനെ പറഞ്ഞാൽ പോരാ, അതൊരു സാംസ്കാരിക രാഷ്ട്രീയ വിഷയമൊക്കെ കൂടിയായി മാറിയിട്ടുണ്ട്. CSR തട്ടിപ്പ്. പാതി വിലയ്ക്ക് അല്ലെങ്കിൽ പകുതി വിലയ്ക്ക് സാധനങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞ് പറ്റിക്കപ്പെട്ട ഒരു സമൂഹം. അത് പറ്റിക്കപ്പെട്ടത് ഒരു ചെറിയ വിഭാഗമല്ല, സമൂഹത്തിലെ നല്ലൊരു വിഭാഗം വനിതകളെ കേന്ദ്രീകരിച്ചായിരുന്നു ഏറെയും നടന്നത്. ആ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുകയാണ്. അതിൻ്റെ പിന്നിൽ വലിയ നിയമോപദേശങ്ങളുണ്ട്, നിയമപരമായ ഒട്ടേറെ കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന് ഇരയായ കുറേ ആളുകളെ സമീപിക്കേണ്ടായി. ഒരു 10-12 പേരെയെങ്കിലും സമീപിച്ചിട്ടുണ്ട്. അവരാരും വരാമെന്നൊക്കെ ആദ്യം പറഞ്ഞെങ്കിലും ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരിക്കാൻ പലപ്പോഴും വിമുഖത കാണിച്ചു. ഇതിന് കോർഡിനേറ്റർമാർ പലരും ഉണ്ടായിരുന്നു. ഈ കോർഡിനേറ്റർമാരുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോഴും അറിഞ്ഞ് അവരെ വിളിക്കുമ്പോഴൊക്കെ അവർ വരാമെന്ന് ആദ്യം സമ്മതിക്കുമെങ്കിലും പിന്നെ അവർ വരാതായി. സാർ, 3 മാസം മുമ്പ് തന്നെ ഇതൊരു വലിയ ഫ്രോഡ് ഏർപ്പാടാണ് എന്നൊക്കെ അറിഞ്ഞ് ഇതൊരു ചർച്ച സംഘടിപ്പിക്കണമെന്ന് വിചാരിക്കുകയും ഇവരെ പിന്തുടരുകയും ചെയ്തതാണ് മീഡിയാനെറ്റ്. പക്ഷേ അന്നും കഴിഞ്ഞില്ല. ഇപ്പോൾ ഇത് അങ്ങനെ വന്ന് സംഭവിച്ചു. ഈ ഒരു തട്ടിപ്പിനെ സംബന്ധിച്ച്, ഈ ഒരു അഴിമതിയെ സംബന്ധിച്ച് സാറിൻ്റെ പ്രാഥമികമായ ഒരു അഭിപ്രായം എന്താണ്? കേരളത്തിലെ ജനങ്ങൾ ഇത്തരത്തിലുള്ള തട്ടിപ്പിന് വിധേയരാകുന്നത് ആദ്യമല്ല എന്ന് സാറിനറിയാവുന്നു. പ്രലോഭനങ്ങൾ, അമിത ആദായമുള്ള സംഗതികൾ വന്നാൽ ഇത് കിട്ടുമെന്ന് കണ്ട് അതിൻ്റെ പുറകെ പോകും. എത്ര തല്ലുകൊണ്ടാലും പഠിക്കുകയില്ല എന്നുള്ള ഒരവസ്ഥയാണ് നമ്മുടെ കേരളത്തിലെ സാധാരണ ജനങ്ങളിൽ കണ്ടുവരുന്നത്. എന്തിന് സാധാരണ ജനങ്ങളല്ലല്ലോ, വിദ്യാഭ്യാസവും വിവരവുമുള്ള ആൾക്കാർ വരെ ഇത്രയും തട്ടിപ്പിന് വിധേയരാകുന്നു എന്ന് പറയുന്നത് കഷ്ടമേ എന്നേ പറയാനൊക്കെ. അത് നമുക്കറിയാം. ആട് മാഞ്ചിയം തട്ടിപ്പ് നടന്നു, പിന്നീട് ആട് കൃഷിയൊക്കെ തട്ടിപ്പ് നടന്നു. അങ്ങനെ കാലാകാലങ്ങളിൽ ഒരു വർഷം തന്നെ ഇങ്ങനെയുള്ള പല തട്ടിപ്പുകളും വരും. അതിനകത്തെല്ലാം വരും. പലരുടെയും പണം പോവും, പലരും കഷ്ടപ്പെടും, അവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും, അവസാനം ഒന്നും കിട്ടുകയില്ല. എന്നാലും പഠിക്കുകയില്ല എന്നുള്ള സിറ്റുവേഷൻ. സാറൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ഫേസ്ബുക്കിൽ ഇപ്പോൾ സാധാരണ കണ്ടുവരുന്നൊരു കാര്യം, അനിൽ അംബാനി സംസാരിക്കുന്നതായിട്ടാണ്. നിങ്ങൾ 21,000 രൂപ മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് വലിയ റിട്ടേൺ കിട്ടും, അത് ഇൻവെസ്റ്റ് ചെയ്താൽ ഇന്നത് കിട്ടും. അനിൽ അംബാനി പറയുന്നത് കേൾപ്പിക്കുക. അതുകൂടാതെ റിസർവ് ബാങ്ക് ഗവർണർ സംസാരിക്കുന്നതായിട്ട് കേൾപ്പിക്കുക. അത് നമുക്ക് ഗൂഗിളിൽ നോക്കുമ്പോൾ അത് ഡീപ്പ് ഫേസ് എന്നാണ് പറയുന്നത്. അതായത് വേറെ അവർ പ്രസംഗിക്കുന്ന ഏതെങ്കിലും ഒരു പ്രസംഗത്തിൻ്റെ ഭാഗം എടുത്തിട്ട് ഈ കാര്യങ്ങൾ അവരുടെ ലിപ്സിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് വരുന്നത്. ആരാ വിശ്വസിച്ച് പോകാത്തത്? ഫേസ്ബുക്കിൽ ഇങ്ങനെ നിരന്തരം ഓടിക്കൊണ്ടിരിക്കുക. സാർ, ഇതിനൊക്കെതിരെ നിയമപരമായ നടപടി? തീർച്ചയായിട്ടും നിയമപരമായ നടപടിയുണ്ട്. ഇത് സംബന്ധിച്ച് സൈബർ കുറ്റവാളികളെ പിടിക്കുന്ന വിഭാഗമുണ്ട്. അവർ തീർച്ചയായിട്ടും ഈ ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ഡീപ് ഫേസ് തട്ടിപ്പുകൾ പാടില്ലത് റിമൂവ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് അതിനൊരു അവയർനെസ് ഫേസ്ബുക്കിൽ കൊടുക്കണം. ഇത് തട്ടിപ്പാണ്. ഇപ്പോൾ ഫോൺ മുഖേന BSNL ഇതൊക്കെ മുഖേന ഒട്ടേറെ പരസ്യങ്ങൾ വരുന്നുണ്ടല്ലോ ഈ തട്ടിപ്പിൽ പെടരുതെന്നൊക്കെ പറഞ്ഞു. എന്നാലും ഇതിനകത്ത് വിടുകയില്ല, ആരും ശ്രദ്ധിക്കുന്നില്ല. അതെ. ഇപ്പം ഇതിനകത്ത് സാറ് പറഞ്ഞ് ഈ പുതിയ കേസിനകത്ത് ഒരു വലിയ പ്രശ്നം ഉണ്ടാകുന്നത് എനിക്ക് മനസ്സിലാകുന്നത്. പുതിയ BNS നിയമത്തിൻ്റെ 318 വകുപ്പനുസരിച്ചാണ് ഈ ചീറ്റിംഗ് വരുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ പ്രൊസീഡ്സ് ഓഫ് ദ ക്രൈമാണ്. ഇപ്പോൾ കുറേ പേർക്ക് പിന്നെ സ്കൂട്ടർ കിട്ടിയിട്ടുണ്ട്, തയ്യൽ മെഷീൻ കിട്ടി, ഇതൊക്കെ ഒരു പ്രൊസീഡ്സ് ഓഫ് ദ ക്രൈമല്ലേ. ആ കിട്ടിയവരുടെ കയ്യിൽ ഇരിക്കുന്ന സാധനം അവരുടേതല്ല, അത് വേണേൽ പിടിച്ചെടുക്കും. അങ്ങനെ അതുകൊണ്ട് പ്രൊസീഡ്സ് ഓഫ് ദ ക്രൈം അല്ലേ, ഒരു ചീറ്റിങ്ങിന്റെ ഭാഗമായിട്ട് കിട്ടിയതാ. അപ്പൊ ആ പ്രൊസീഡ്സ് ഓഫ് ദ ക്രൈം എന്ന് പറയുന്നത് നമുക്ക് അർഹതയില്ല. സ്റ്റോളൻ പ്രോപ്പർട്ടി ഭാഗമാണെന്ന് അറിയുന്നില്ലാത്തതുകൊണ്ട് കാര്യമുണ്ടോ? ഇപ്പൊ സ്റ്റോളൻ പ്രോപ്പർട്ടി, ഞാൻ ഒരു മോഷണം മുതൽ അറിഞ്ഞുകൊണ്ട് വാങ്ങിയാൽ അതൊരു കുറ്റകരമായി 7 വർഷം വരെ തടവിന് ശിക്ഷിക്കാവുന്ന ഒരു കുറ്റകൃത്യം. അറിയാതെ മേടിച്ചാൽ ഞാനൊരു സാക്ഷിയാവും, ഒപ്പം എൻ്റെ വണ്ടി പോകും.
ഞാനൊരു വണ്ടി മേടിച്ചു, മോഷണമില്ലാന്ന് അറിയാതെ ഞാൻ മേടിച്ചു, പൈസ കൊടുത്തായിരിക്കും മേടിച്ചത്. പക്ഷെ സബ്സിക്വൻ്റ്ലി അതൊരു മോഷണം മുതലാണെന്നുള്ള യഥാർത്ഥ ഉടമയ്ക്ക് അത് കിട്ടണ്ടേ? സോ മേടിച്ചവൻ്റെ കയ്യിൽ നിന്ന് അത് മേടിച്ചുകൊണ്ട് പോകും. ഈ കാണായ വണ്ടികൾ അത്രയും കസ്റ്റഡിയിൽ എടുത്ത് കൊണ്ടുപോയി വെക്കാൻ കഴിയുമോ സാർ? അതൊക്കെ കസ്റ്റഡിയിൽ എടുക്കുക എന്നല്ല, ഒക്കെ പ്രൊസീജിയർ ഓഫ് ക്രൈമാണ്. അതിന് പിന്നെ ആർക്കൊക്കെയാണ് കൊടുത്തതെന്ന് കണ്ട് അവരിൽ നിന്ന് എന്തെങ്കിലും ബോണ്ടോ കാര്യങ്ങളൊക്കെ മേടിക്കേണ്ടി വരും. ദിസ് ആർ ഓൾ ലീഗലി സ്പീക്കിംഗ് അത് പ്രൊസീജിയർ ഓഫ് ക്രൈമാണ്. സാർ, ഇത് ഈ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ സ്ത്രീകളെ കേന്ദ്രീകരിച്ച് നടന്ന വലിയൊരു തട്ടിപ്പാണ്. ഇതിനകത്ത് സമ്പന്നനോ പൈസയുള്ളവൻ്റെയോ പൈസയല്ല പോയിരിക്കുന്നത്, കൂലിപ്പണിക്കാരൻ്റെ, സാധാരണ അർത്ഥപട്ടിണിക്കാരൻ്റെ ഈ അസ്ഥികൾ അഴിയിട്ട കോലങ്ങൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ സാർ, ഈ അവരുടെ പൈസയാണ് പോയിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു മനുഷ്യൻ സമീപിച്ചിട്ട് 60,000 രൂപയുടെ 1,00,000 രൂപയുടെ സാധനം 25,000 രൂപയ്ക്ക് തരുന്നു എന്ന് പറയുമ്പോഴേ അത് തട്ടിപ്പാണ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് സാധാരണ മനുഷ്യനില്ലേ? നോട്ട് ഞാൻ ഇരട്ടിച്ചെടുത്തു, ഇദ്ദേഹം തന്നെ ഇരട്ടിച്ചെടുത്തു, ഇത് എന്നെ പിടിക്കുന്നത്. 25,000 രൂപ സാധനം കിട്ടില്ല, താൻ 60,000 രൂപയ്ക്ക് CSR ഫണ്ട് കിട്ടും. അങ്ങനെ CSR ഫണ്ട് കിട്ടിയിട്ടുണ്ടോ? എന്താണ് CSR എന്ന് പറഞ്ഞാൽ? അതുപോലും അറിയാൻ പാടില്ല. സാറേ, ഈ സീഡ് സൊസൈറ്റി ഇവിടെ രൂപീകരിച്ചപ്പോൾ അടിമാലിയിൽ ഒരു സ്ത്രീ എൻ്റെ എടുക്കുമെന്ന് പറഞ്ഞു, സാറേ 60,000 രൂപ കൊടുക്കുകയാണെങ്കിൽ എനിക്കൊരു സ്കൂട്ടർ കിട്ടും. ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചു, 60,000 രൂപ കിട്ടി ലക്ഷത്തിൻ്റെ സ്കൂട്ടർ എങ്ങനെയാണ് വന്നായിരുന്നു, കളിപ്പില്ലായിരുന്നു. അല്ല സാറേ, അങ്ങനെ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. അത് ആദ്യം അങ്ങനെയാണ്, ഇരയെ പിടിക്കുന്നത് എങ്ങനെയാണ്? ആദ്യം വരുന്ന കുറേ പേർക്ക് ഇതങ്ങോട്ട് കൊടുക്കും സൗജന്യം, അപ്പോൾ കിട്ടി, അപ്പോൾ എനിക്കും കിട്ടും. അവസാനം വരുമ്പോൾ എല്ലാം കൂടെ തട്ടിച്ചിട്ടു. സാർ, അങ്ങനെ കിട്ടിയിട്ടുള്ള സ്കൂട്ടർ, തയ്യൽ മെഷീൻ, വളങ്ങൾ, രാസവളങ്ങൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കിട്ടിയിട്ടുള്ള ആളുകളെ ഞാൻ സമീപിച്ചു. നിങ്ങൾക്ക് കിട്ടിയല്ലോ, നിങ്ങൾ വരൂ എന്നോടൊപ്പം, എങ്ങനെയായിരുന്നു അതിൻ്റെ പ്രോസസ്സ്, നിങ്ങൾ വന്ന് ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുന്ന് പറയൂ എന്ന് ഞാൻ അവരോട് പറയുമ്പോൾ അവരും വരാൻ തയ്യാറല്ല. അതിന് കാരണമുണ്ട്. ഞാൻ ഇത്രയും ഒരു മണ്ടത്തരത്തിൽ ചാടിയല്ലോ, ജനങ്ങളുടെ മുമ്പിൽ ഞാൻ ഇത്ര മണ്ടനായി പോയല്ലോ എന്ന് പറയാനൊരു മടിയുണ്ട് എനിക്ക്. ഇനി ഭാവിയിൽ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. ഇനി ക്രൈമിലുള്ള പോലീസ് ഇവരെയൊക്കെ പിടിച്ച് കുറേ കഴിഞ്ഞ് എനിക്ക് വല്ലതുമൊക്കെ കിട്ടുമെങ്കിൽ കിട്ടട്ടെ. ഞാൻ ഇനി അത് ചാനലിൽ ചെന്ന് ഞാനൊരു മണ്ടനാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വല്ലതും കിട്ടും. സാറ് പറഞ്ഞ വ്യാപാരി വ്യവസായിയുടെ ഉത്തരവാദപ്പെട്ട ഒരാൾ ഈ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം എന്നോട് വരാമെന്ന് സമ്മതിക്കുകയും അദ്ദേഹത്തിന് ഇത്തരം അബദ്ധങ്ങളിൽ പെടുന്ന ആളല്ലെന്ന് അദ്ദേഹം സ്വയം സമ്മതിക്കുകയും എന്നാൽ പെടുകയും ചെയ്തു എന്ന് എന്നോട് ഫോണിൽ പറയുകയൊക്കെ ചെയ്തു. പക്ഷേ അദ്ദേഹം ഒടുവിൽ ചർച്ചയ്ക്ക് വരാറായി, വേണ്ടെന്ന് വെച്ചു. കാരണം സാറ് പറഞ്ഞ തന്നെയാണ് അതിൻ്റെ ന്യായം. പക്ഷേ ഈ അബദ്ധത്തിൽ പെട്ടു എന്ന് മറ്റുള്ളവർ ധരിക്കണം. എന്നെ പോലെ അറിവുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു മണ്ടത്തട്ടി ചാടിയല്ലോ എന്ന് എനിക്കൊരു അമളി പറ്റി, എനിക്ക് കബളിപ്പിക്കപ്പെട്ടു എന്ന് പറയാനൊക്കെ. ഇവൻ ഈ അടുത്ത കാലഘട്ടത്തിൽ ഹൈക്കോടതി ജഡ്ജിമാരായിട്ട് റിട്ടയർ ചെയ്ത ഒരാൾക്ക് പണം പോയെന്ന് കേട്ടില്ലേ? കേട്ടു. അദ്ദേഹം ഒരു കമ്മീഷന്റെ അതാ മനസ്സിലായി. ഇത്രയും അറിവുള്ളവർക്ക് ഇത് പറ്റുന്ന ഒരു വലിയ പിന്നെ ബിഷപ്പിന് തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞു അദ്ദേഹം പൈസ കൊടുക്കുക. ഞാൻ ചോദിക്കുന്നു, അദ്ദേഹത്തിനൊക്കെ കൺസൾട്ട് ചെയ്യാൻ എത്രയോ അറിവുള്ള ആൾക്കാരുണ്ട്, അവരോട് ചോദിക്കാൻ വേണ്ടി ചാടി പൈസ കൊടുക്കുക. ചിലപ്പോൾ പേടിയുണ്ടാവും, എന്തെങ്കിലും കാണും, അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതൊരു വലിയ, ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ കോർഡിനേറ്റർമാർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, സാറിന് അറിയാലോ. പ്രൊമോട്ടർമാർ എന്ന് പറയുന്ന മറ്റൊരു വിഭാഗമുണ്ട്. ഇവർക്കൊന്നും 10 പൈസ കിട്ടിയിട്ടില്ല എന്ന് അവർ സാക്ഷ്യപ്പെടുന്നുണ്ട്. ശരിയാണോ എന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. ചിലർ പറയുന്നുണ്ട് 5,300 രൂപ വെച്ചുള്ള തുക ഏതാണ്ട് ചില കാര്യങ്ങളിൽ അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നവരും ഇല്ലാതില്ല. പക്ഷേ ഈ പ്രൊമോട്ടർമാർക്കൊന്നും ഒരു പൈസയും കിട്ടിയിട്ടില്ലെന്ന് അവർ ആണയിടുന്നുണ്ട്. അപ്പോൾ അവരും ഈ കേസിൽ പ്രതികളാവാൻ സാധ്യതയുണ്ടോ? അവർ കേസിൽ പ്രതികളാക്കുന്നതിന് പോലീസുകാരന് ബുദ്ധിമുട്ടില്ല. കാര്യം അവരുമൊക്കെ മനുഷ്യ ഈ പ്രലോഭിപ്പിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടയാളാണ്. ഇപ്പോൾ സപ്പോസ് സാർ എന്നോട് പറയുകയാണ്, നീ ഇന്നോലെ ചേർന്ന് കഴിഞ്ഞാൽ ഇന്ന ആദായമുള്ള കാര്യമുണ്ട്, അങ്ങനെ പലർക്കും കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ സാറിനെ വിശ്വസിച്ചാണ് ഞാനത് ചെയ്യുന്നത്. ആ മിസ്റെപ്രസെൻറ്റേഷൻ നടത്തിയ സാറാണ്, എന്നെ ലൂർ ചെയ്ത് എന്നെ പ്രലോഭിപ്പിച്ചത് സാറാണ്. ആ പ്രലോഭനത്തിന് വഴങ്ങിയാണ് ഞാൻ അവൻ്റെ കൂടെ ചേർന്നു എന്ന് പറഞ്ഞാൽ ആ പ്രലോഭിപ്പിച്ചതിന് ഉത്തരവാദിത്വമുണ്ട്, വേണേൽ പ്രതിയാക്കാം. നിയമത്തിൻ്റെ കണ്ണിൽ അവൻ പ്രതിയാണ്. പിന്നെ കോടതി വരുമ്പോൾ ഞാനങ്ങനെ അബദ്ധത്തിൽ പ്രലോഭിക്കപ്പെട്ടു പോയതാണെന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാവുന്നുള്ളൂ അഭിഭാഷകർ. ഇപ്പോൾ അവർ വല്ലാതെ ഭയപ്പെടുന്നുണ്ട് ഈ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം. പലരും അറിഞ്ഞല്ല, ചിലർ പഞ്ചായത്ത് മെമ്പർമാരായിരുന്നു, ചിലർ പാലിയേറ്റീവുകാരായിരുന്നു, ചിലർ കുടുംബശ്രീ പ്രവർത്തകരായിരുന്നു. ഇപ്പോൾ സാറ് ലേറ്റസ്റ്റ് ആയിട്ട് വാർത്ത അറിഞ്ഞിട്ടുണ്ട്, ഈ CDSന്റെ ചെയർപേഴ്സൺ മലപ്പുറത്ത് രേഖാമൂലം അറിയിച്ചിരിക്കുന്നു, ഇങ്ങനെ പാതി വിലയ്ക്ക് കിട്ടിയിരിക്കുന്ന ഒരു പദ്ധതിയുണ്ട്, ആ പദ്ധതിയുമായി നമ്മുടെ അംഗങ്ങൾ സഹകരിക്കേണ്ടതാണ് എന്നൊക്കെ രേഖാമൂലം CDSന്റെ ചെയർപേഴ്സൺ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആളുകൾ അതിൽ ചേർന്ന് പോകും. ഈ കബളിപ്പിക്കപ്പെട്ട ആളുകളെ പോലെ തന്നെയാണ് ഈ പ്രൊമോട്ടർമാരെയും അവരെയൊക്കെ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അവരെ ലൂർ ചെയ്യുന്നതിന് വേണ്ടി ഇവർ ആദ്യം കുറേയൊക്കെ കൊടുക്കും. ഇപ്പോൾ സാർ ഒന്ന് കാര്യം, സാറിനെ ഒരാൾ സമീപിക്കുക,
സാറേ കുട്ടികൾക്ക് സൗജന്യമായിട്ട് കുറേ പുസ്തകവും കുറേ ബാഗും പഠനോപകരണങ്ങളൊക്കെ കൊടുക്കാൻ എൻ്റെ കയ്യിലുണ്ട്. ഞാനത് ഇന്ന ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. അത് വിതരണം ചെയ്യുന്നതിന് സാറൊന്ന് വരണം. സാറിനെ പോലെ ആൾക്കാരൊക്കെ അധ്യാപകൻ എന്നുള്ള സ്കൂളിൽ ചെന്ന് അത് കൊടുത്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സാറ് നോക്കുമ്പോൾ സാറ് അധ്യാപകനാണ്, ഒത്തിരി കുട്ടികൾക്കൊക്കെ സഹായം ചെയ്യുന്ന ഒരു കാര്യം. തീർച്ചയായിട്ടും ഞാൻ വരാമെന്ന് പറയും. ആ ആളെ പറ്റി നല്ല അഭിപ്രായം. വലിയ വലിയ സമൂഹത്തിൽ വലിയ വലിയ ആൾക്കാരുടെ കൂടെ നിൽക്കുന്ന പടമൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നത്. ഓ ശരിയെന്ന് പറഞ്ഞു. സാർ അവിടെ ചെന്ന് കുട്ടികൾക്ക് ഈ സാധനം വിതരണം ചെയ്ത് കഴിഞ്ഞ് 2 വാക്ക് സംസാരിക്കണമെന്ന് സാറിനോട് പറഞ്ഞാൽ സാർ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് അതിൻ്റെ കൽപ്പൽപ്പ് കുട്ടികൾക്ക് കിട്ടിയല്ലോ. സാർ പറഞ്ഞു ഇങ്ങനെയുള്ള സാധാരണ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്നത് വലിയൊരു കാര്യമാണ്. അതിന് മുമ്പിൽ പ്രവർത്തിക്കുന്ന ഇനി ആൾക്കാർ തീർച്ചയായിട്ടും അവരെ അഭിനന്ദിക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് സാർ 2 വാക്ക് പറയും. തീർച്ചയായും വലിയ ചാരിറ്റിയാണ്, വലിയ അത് സാറിനെ പോലെ ഒരു വിദ്യാഭ്യാസ വിശിഷ്ടൻ, സമൂഹം സ്നേഹിക്കുന്ന ബഹുമാനിക്കപ്പെടുന്ന പാടിമാലിലെ, എന്നാൽ ഇടുക്കി ജില്ലയിൽ തന്നെ സാറിനെ പോലെ ബഹുമാന്യനായ ഒരു വ്യക്തി ഒരാളെ ശ്ലാഘിച്ച് ഇങ്ങനെ സംസാരിക്കുകയും പൊക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നാളെ ആ മനുഷ്യൻ എൻ്റെ അടുക്ക വരിക. നമ്മുടെ ദോസാർ പറഞ്ഞ ആളാണല്ലോ, എന്തുകൊണ്ട് വിശ്വാസം, ഞാൻ അയാളെ ഇരുത്തും, അയാൾ എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഞാൻ ചെയ്തു കൊടുക്കും. അതിങ്ങനെ ഒരു ശൃംഖല ഉണ്ടാക്കുക. അപ്പോൾ സാറ് പറഞ്ഞത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ സാർ ഇതുവല്ല അറിഞ്ഞോണ്ടാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒത്തിരി പേരെ ചതികളാണ് പിന്നെ പ്രധാനമന്ത്രി, നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഷോൾ ഇട്ട് കൊടുത്ത് അദ്ദേഹത്തിൻ്റെ കയ്യെ പിടിക്കുന്ന പടം യാഥാർത്ഥ്യത്തിലുള്ള പടമാണ്. നമുക്ക് നമ്മുടെ പ്രധാനമന്ത്രിയെ ദൂരെ നിന്ന് കാണാൻ പോലും അവസരം കിട്ടുന്നില്ല. അപ്പം അദ്ദേഹം വരുന്ന വേണ്ടത് അദ്ദേഹത്തിന് ഒരു ഷോൾ ഇട്ട് കൊടുക്കാനുള്ള അവസരം ഉണ്ടാകുന്നു എന്ന് പറയുമ്പം മനുഷ്യൻ വിശ്വസിച്ചു പോയില്ലേ. ചതിയുടെ വഴികളെ ഏതെല്ലാം രീതിയിലൂടെയാണ് പ്രധാനമന്ത്രിയുടെ അടുത്ത് വരെ ചെന്നെത്തുന്നത്. ഇതൊക്കെ ഒരു ഭയങ്കരമായി നമ്മൾ കാണേണ്ട കാര്യമാണ്. സാർ അറിയാലോ, ഈ അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഇടുക്കിക്കാരനാണല്ലോ, തൊടുപുഴക്കാരനാണ്. ആ ഇടുക്കിയിൽ നിന്നാണ് ആടുമാഞ്ചിയൊക്കെ വന്നിരിക്കുന്നത്, സാറിനറിയാം. അപ്പോൾ ഇടുക്കി പലപ്പോഴും വിദ്യാഭ്യാസപരമായി അല്പം പിന്നിലാണെന്നൊക്കെ ആളുകൾ പുറമേ പറയുമെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങളുടെ കാര്യത്തിലൊക്കെ വളരെ വൈദഗ്ധ്യം നേടിയ ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഈ പയ്യന്, ഞാൻ പയ്യനെന്ന് ഉദ്ദേശിച്ചത് അവൻ്റെ ഈ പ്രായം കൊണ്ടല്ല, മറ്റൊന്നും കൊണ്ടല്ല, മറ്റു കാര്യങ്ങളിലൊക്കെ പ്രായം പയ്യനൊന്നുമല്ല. നമുക്കറിയാം 26 വയസ്സിൽ തുടങ്ങിയ ഈ അഭ്യാസം ഇപ്പോൾ 28 വയസ്സാണെന്നാണ് കേട്ടത്. എങ്ങനെ കഴിയുന്നു ഈ പ്രായത്തിൽ ഇത്രയും വലിയ വിദഗ്ധമായ തട്ടിപ്പ് നടത്താൻ? ഇത്രയും കഴിവുള്ള, അതുപോലെ അവൻ്റെയൊക്കെ ഈ കഴിവ് മറ്റു കാര്യങ്ങളിലൊക്കെ പ്രയോഗിച്ചിരുന്ന എന്ത് നന്നായിരുന്നു എന്ന് ആലോചിക്കാം. സാറിനറിയാമല്ലോ, ഈ ആട് കൃഷി, അതിൻ്റെ ആ പ്രതിക്ക് വേണ്ടി അഭിഭാഷകനായി ഞാൻ ഹാജരായി. എനിക്ക് അവൻ്റെയൊക്കെ തട്ടിപ്പ് കാണുമ്പോൾ അതിശയിച്ചു പോവുക. അദ്ദേഹം പറയുന്ന ഒന്നുമില്ല, സ്വന്തം വീട്ടിൽ അമ്മ ആടിനെ കൊണ്ടുവന്ന് വെച്ച് 3-4 മാസം കഴിഞ്ഞ് പ്രസവിച്ച് 3-4 കുഞ്ഞുങ്ങളുണ്ടായി. ഇതൊരു ലാഭമുള്ള കച്ചവടമാണല്ലോ എന്ന് കണ്ടു. അങ്ങനെയാണ് 4-5 ആടിനെ വളർത്താനായിട്ട് എടുത്ത് കൊണ്ടുപോയി. അതെല്ലാം ചത്തുപോയി, ഒന്നുമില്ല. അതിവിടുന്നെല്ലാം പോയി ഒരു സ്ഥലത്ത് പോയി ജീവിക്കുക. ഇടയ്ക്കിടയ്ക്ക് വൈകുന്നേരം പോയി ബാറിൽ പോയിരുന്നവരൊന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു കൂട്ടുകാരനെ കാണുക. അയാൾ പറയുന്നു, എടാ ഇതൊരു നല്ല കാര്യം, നമുക്ക് ആട് കൃഷി നടത്താം, ഒരു പരസ്യം ചെയ്താൽ നമുക്ക് ആളെ കിട്ടും. അങ്ങനെ ഒരു ഗൂഢാലോചന ഫലം ഒരു പരസ്യം വന്നതോടുകൂടി ലക്ഷക്കണക്കിന് ആൾക്കാർ വരികയാണ്. ഒരാടിനെ എന്നിട്ട് എന്ത് ചെയ്തു, എന്തോ ഒരു വിദഗ്ധനാ, നിങ്ങൾ 5000 രൂപയുടെ ഒരു യൂണിറ്റ് എടുത്താൽ 4 ആടിനെ ഞങ്ങൾ വളർത്തും. ആ 4 ആട് 6 മാസം കഴിയുമ്പോൾ പ്രസവിച്ചുമ്പോൾ ഇത്രയാവും. അങ്ങനെ നിങ്ങളുടെ യൂണിറ്റ് 5000 രൂപയുടെ യൂണിറ്റ് എടുത്താൽ 3 കൊല്ലം കൊണ്ട് 50,000 കുത്തിരി മലർപ്പൊടിക്കാരന്റെ സ്വപ്നത്തിലേക്ക് പാവം ജനത ഇങ്ങനെ. എന്നിട്ട് അവൻ വിശ്വസിപ്പിക്കാൻ ചെയ്യുന്നത് 2500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 5000 രൂപയുടെ ഇന്ദിരാസ് വികാസ് പത്രം കിട്ടും. ആ പത്രം 2000 ഇവൻ മുതൽ 5000 രൂപയിൽ നിന്ന് 2500 രൂപ മുടക്കി ഇന്ദിരാസ് വികാസ് പത്രം എടുത്ത് അങ്ങോട്ട് കയ്യിലോട്ട് കൊടുത്തു. 5 വർഷം കഴിഞ്ഞ് കിട്ടുമല്ലോ. ഗൾഫിലുള്ള ആൾക്കാരെന്നാ വിചാരിച്ചു, ഏതായാലും 5000 രൂപ 5000 രൂപ കിട്ടുമല്ലോ, എൻ്റെ ഇന്ദിരാസ് വികാസ് പത്രം ഉണ്ടല്ലോ, നഷ്ടമൊന്നും വന്നില്ല, പലിശയല്ലേ പോയുള്ളൂ. അപ്പം പെണ്ണുങ്ങളായിട്ടുള്ള അമ്മ പറയുന്ന സ്ത്രീകളായിട്ടുള്ള ഒത്തിരി പേര് ഭർത്താക്കന്മാരോട് പറഞ്ഞു ചേർത്ത്, എന്തായാലും നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് പലിശയല്ലേ ഉള്ളൂ, നമുക്കങ്ങ് കൊടുക്കാം. അങ്ങനെ കൊടുത്തു. അവസാനമാണ് മനസ്സിലായി, എന്തിന് ഞാൻ ഇന്ദിരാസ് വികാസ് പത്രം യഥാർത്ഥത്തിൽ കൊടുക്കണം, ശിവാശി പോയി അടിച്ചു. ഇത് ആദ്യം 5 വർഷം കഴിഞ്ഞാലേ ഇത് കൊടുക്കാനൊക്കത്തുള്ളൂ. 5 വർഷം കഴിയുമ്പോൾ ഇതെല്ലാം പൊളിയുമെന്ന് അവനറിയാമല്ലോ. അങ്ങനെ അത് കഴിഞ്ഞ് ഫേക്ക് ഇന്ദിരാസ് വികാസ് പത്രമായി. ആ പ്രതിയെ ഒരു കേസിൽ പോലും ശിക്ഷിക്കപ്പെട്ടില്ല. ഇല്ല, ഒരു കേസിലും ജയിലിൽ പോലും ശിക്ഷിക്കപ്പെട്ടു. ഈ നഷ്ടപ്പെട്ട തുക ആർക്കെങ്കിലും അതാണ് തിരിച്ചു കിട്ടിയോ? ഇപ്പം ഗൾഫിലാണ് കൂടുതൽ വിറ്റത്. ഗൾഫിലുള്ള ആൾ ഈ കേസ് നടത്താൻ വേണ്ടി ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുമോ?
അപ്പോൾ 50,000 രൂപ കിട്ടാനുള്ളവർ 1,000 രൂപ കിട്ടിയ വലിയ സന്തോഷം. പലരും വന്നില്ല. 5,000 രൂപ 50,000 രൂപ മതി. പ്രതി ശിക്ഷിക്കപ്പെട്ടുമില്ല. പ്രതി ഇപ്പോഴും സാർ ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു കേസിൽ, ഈ അനന്തകൃഷ്ണന്റെ കേസിൽ ഇപ്പൊ ഈ സായിഗ്രാമിന്റെ ഡയറക്ടർ ഈ ഇതിനകത്ത് കൂടുതൽ ഇവിടെ ആനന്ദകുമാർ സാർ ഉണ്ടല്ലോ, ഈ ആനന്ദകുമാർ സാർ വളരെ വിശ്വസനീയനാണ്. നമ്മുടെ നാട്ടിൽ വലിയ പേരും പെരുമയും തിരുവനന്തപുരത്തുകാർക്ക് മുഴുവൻ അറിയാം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉന്നതതലങ്ങളിലൊക്കെ വലിയ ബന്ധമുണ്ട്. അദ്ദേഹം മുഖേനയാണ് ഈ പ്രധാനമന്ത്രിയുടെ അടുത്ത കേസ്. അദ്ദേഹത്തിനും അങ്ങനെ അറിവില്ലെന്ന് പറയാനും അദ്ദേഹത്തിനും അത്രയും അറിവുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം അറിയണ്ടേ? അദ്ദേഹം അറിയണ്ടേ? അദ്ദേഹം അറിവുള്ള മനുഷ്യനാണ്. നീ CSR ഫണ്ട് എങ്ങനെ ഉണ്ടാക്കും, നീ എങ്ങനെ ഇത്രയും പേർക്ക് കാശ് കൊടുക്കുന്നു, സാറിനോടാണ് നടക്കൂ. അനന്തകുമാർ സാർ അങ്ങനെ പറഞ്ഞു, സാറിൻ്റെ അടുക്കൽ ഒരാൾ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ചോദിക്കില്ല, താങ്കൾ എങ്ങനെ ഈ പണം ഉണ്ടാക്കുന്നത്, വാട്ട് ഈസ് ദ സോഴ്സ് കാണണ്ടേ? തന്നെയല്ല CSR ഫണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാലോ ഇത് എവിടുന്നാണ്, ഏത് കമ്പനി, ആര്. അതാ ഞാൻ ചോദിച്ചത്. സാർ ഒരു അധ്യാപകനായ സാർ ഇതിനകത്തൊന്നും പറയാം. സാറിൻ്റെ അടുക്കൽ ഇങ്ങനെ ഒരു വ്യക്തി വന്നിട്ട് ഞാനിങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നു പറയും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സാറിൻ്റെ, ശരിയെടൂ, നമ്മളിങ്ങനെ ഈ സൗജന്യമായിട്ട് കൊടുക്കുന്ന ഫണ്ട് എവിടെ നിന്ന് വരും, നമ്മൾക്കതിൽ നിന്നുള്ള ലാഭം എന്താ, അതറിയണ്ടേ? അതെനിക്ക് CSR ഫണ്ട് അങ്ങനെ വല്ലതും കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടെങ്കിലല്ലേ, കിട്ടിയിട്ടുണ്ട്, എത്ര കിട്ടി, അത് വെച്ച് നമ്മൾ ഇവർക്ക് ഇങ്ങനെ വിതരണം ചെയ്യാൻ പോലെ പരസ്യവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ബാക്കി എന്താ നമുക്കുള്ളത്? വാട്ട് ഈസ് യുവർ പ്രോഫിറ്റ് ഔട്ട് ഓഫ് ദാറ്റ്? ഇത് ചോദിക്കേണ്ട ആളായിരുന്നില്ലേ? തീർച്ചയായിട്ടും അവൾ ചോദിക്കണം. ചോദിച്ചില്ല എങ്കിൽ അതിനകത്ത് പങ്കുണ്ട്. കാര്യം അവിടെയാണല്ലോ ഇത് ജനറേറ്റ് ചെയ്യുന്നത്, ഈ ഒഫൻസിന്റെ ജനറേഷൻ. അതായത് അത് അടവെച്ചത് അവിടെയാണ്. തീർച്ചയായിട്ടും. അപ്പൊ എനിക്കതിനെ കുറിച്ചൊന്നും അറിയാൻ പറ്റില്ല. ഞാൻ നിരപരാധിയാണ്, അങ്ങനെ വിശ്വസിച്ചു പോയി എന്ന് അദ്ദേഹത്തിന് പറയാൻ ഒക്കില്ല. തന്നെയല്ല, അദ്ദേഹം ഒരു കൊല്ലം മുമ്പ് ഇത് ഫേക്ക് ആണെന്ന് അറിഞ്ഞുകൊണ്ട് പിന്മാറിയെന്നൊരു വ്യാജ പ്രസ്താവന ഇറക്കുന്നുണ്ട്. അതല്ലേ പറഞ്ഞ, അതിനകത്തൊന്നും നമുക്ക് അദ്ദേഹം 2 കോടി രൂപയോളം അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് വന്നതായിട്ടും പറയപ്പെടുന്നുണ്ട്. നമുക്കറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അദ്ദേഹത്തിന്റെ പേരിൽ ഇതുവരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തില്ലെന്നാണ് അറിയുന്നത്. പറയണ്ട, രജിസ്റ്റർ ചെയ്യാതിരിക്കുകയില്ല എന്ന് വേണം കരുതാൻ. വരാൻ അപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തു. ഉന്നത സ്വാധീനമുള്ള ആളുകളുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ താമസിക്കുമോ? അത് അദ്ദേഹത്തിന്റെ ഒക്കെ പേര് രജിസ്റ്റർ ചെയ്താലേ ഒരു കംപ്ലീറ്റ് ആകത്തുള്ളൂ ഇൻവെസ്റ്റിഗേഷൻ. ഉന്നതമായ ഈ ആളുകളുടെ ഇടപെടൽ വേറെ ചില കണ്ണികളിലേക്കും, എറണാകുളത്ത് ഈ NGO ഓർഗനൈസേഷൻസ് ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ചില ഭാരവാഹികളിലേക്കൊക്കെ നീളുന്നതായി അറിയുന്നുണ്ട്. ഏതായാലും ഇതിനകത്തുനിന്ന് ഈ അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമല്ല ലാഭം ഉണ്ടാക്കിയിട്ടുള്ളത്, സത്യമല്ലേ? ഇതിന്റെ തട്ടിപ്പ് അറിഞ്ഞുകൊണ്ട് അതിന് കൂട്ടുനിന്നിട്ടുള്ള ആൾക്കാർ ഒത്തിരി ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ നടക്കില്ല. അതിനൊരു കിങ് പിങ്സ് ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ഡൽഹിയിലൊക്കെ പോയി 7 ദിവസം താമസിക്കുക, ദിവസം 20,000 രൂപ മുടക്കുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതിൽ താമസിക്കുക, 7 ലക്ഷം രൂപയുടെ ബില്ല് കൊടുക്കുക. കൂടെ താമസിക്കുന്നതിനും അറിയാവില്ല ഇതിങ്ങനെയൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പം മറ്റുള്ളവരുടെ സാധാരണക്കാരുടെ പൈസയാണ്. സാർ ചുമ്മാ കുടുംബശ്രീ അംഗങ്ങളോട് പറഞ്ഞ് 350 രൂപ വെച്ച് ആദ്യം ചേർത്തിട്ടുണ്ട്. വെറുതെ 350 രൂപ വെച്ച്, ഇതിൽ രജിസ്ട്രേഷൻ ഫീസ് എന്നും പറഞ്ഞ്. അങ്ങനെ തന്നെ ആ 10,000ങ്ങളുടെ പൈസയുണ്ട്. അത് തന്നെ എത്രയോ ലക്ഷം രൂപയാണ് വരുന്നത്. അതിനുശേഷമാണ് ഈ 60,000 രൂപ ഒക്കെ ഇങ്ങനെ പോയിരിക്കുന്നത്. ഈ പൈസകൾ ഈ പാവപ്പെട്ട മനുഷ്യർക്ക് തിരിച്ചു കിട്ടാൻ സാധ്യത ഇല്ലെന്നാണോ സാറിന്റെ അഭിപ്രായം? വളരെ ഒന്നാമത്തെ കാര്യം, എങ്ങനെ തിരിച്ചു കിട്ടും? ഇതെല്ലാം ഇനി അയാളുടെ പേരിലുള്ള വസ്തുക്കൾ അയാൾ ഒളിച്ചു വെച്ചിട്ടുള്ള രൂപയും കൂടെ വേണേൽ പിടിച്ചെടുക്കാനും അങ്ങനെ ഉണ്ടല്ലോ, നിയമം ഉണ്ടല്ലോ. ഇപ്പം കണ്ടുകെട്ടാം. കണ്ടുകെട്ടി അത് ലേലത്തിൽ വിറ്റത് പൈസയാക്കി കഴിഞ്ഞാൽ എത്ര പേർ കൊടുക്കും? അതിൻ്റെ ഒരു ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ നടന്നാൽ തന്നെ എന്ന് നടക്കും? എത്ര നാളുകൾക്ക് അങ്ങനെ ചരിത്രം ഉണ്ടോ നമുക്ക്? വളരെ അപൂർവ കാര്യം. ഇത്തരത്തിലുള്ള കേസുകളൊക്കെ ഒരു വിചാരണ ചെയ്ത് നമ്മുടെ കോടതിയിൽ തീരണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു 5 വർഷത്തിനുള്ളിൽ ഒന്നും തീരാൻ പോകുന്നില്ല മിനിമം. കാര്യം ഇത്രയും സാക്ഷികളും ഇത്രയും കേസുകളും ഉണ്ട്. ഇതെല്ലാം കൂടെ ഒരു 100 കേസുണ്ടെങ്കിൽ 100 കേസല്ലേ, ആ 100 കേസ് വിചാരണ ചെയ്യാനായിട്ട് എന്തേരം നേരം എടുക്കും? അത് ഈ കേരളത്തിൻ്റെ പല ഭാഗത്തുള്ളതാണ്. അതിനി എല്ലാം കൂടെ ഒരു സ്പെഷ്യൽ കോടതി കൊണ്ടുവന്ന് വെച്ച് നടത്തിയാൽ തന്നെ ഇത്രയായിരം സാക്ഷികളെയും ഇത്രയായിരം കാര്യങ്ങളും രേഖകളും ഒക്കെ മാർക്ക് ചെയ്ത് വരണമെന്നുണ്ട്. നോർമലി ടേക്സ്. അപ്പൊ ഈ റിമാൻഡ് ചെയ്യപ്പെട്ട പ്രതിക്ക് അധികം ജാമ്യം കിട്ടാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. ഇത് ഈ വകുപ്പ് എന്ന് പറയുന്നത് 7 വർഷം വരെ തടവ് ശിക്ഷ ഉള്ള വകുപ്പാണ് ഈ ചീറ്റിംഗ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ. അതിന് വാസ്തവത്തിൽ ജാമ്യം കിട്ടാവുന്നതാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ അനന്തമായിട്ടൊരു പ്രതിയെ എങ്ങനെ ജയിലിലിടാനൊക്കെ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞ് ജാമ്യത്തിൽ വിടും. നമ്മളൊന്ന് ആലോചിച്ച്, ഒരു പ്രതിയെ അനന്തമായിട്ട് ജയിലിലിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമൊന്നുമില്ല. സർക്കാരിന്റെ ശമ്പളം ആഹാരം പറ്റി അവൻ കിടക്കുകയുള്ളൂ. അവനെ ഇത്തരത്തിലുള്ള ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രതികൾക്കും തുടക്കത്തിലേ അറിയാം ഒരിക്കൽ താൻ പിടിക്കപ്പെടുമ്പോൾ ഞാൻ ജയിലിൽ പോകും, കുറച്ച് നാൾ കഴിഞ്ഞ് എനിക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ ഈ പണത്തിൻ്റെ ഒരു ഭാഗം ഞാൻ എവിടെയെങ്കിലും ഒതുക്കും. അവരതുകൊണ്ടാണ് ജീവിച്ചു വരുന്നത്. നമുക്കറിയാം, ആടുമാഞ്ചിയും പിടിക്കപ്പെട്ടു,
പക്ഷെ അവൻ അത് കഴിഞ്ഞ് ആ കേസിൻ്റെ കാര്യങ്ങളൊക്കെ ഒതുക്കിക്കഴിഞ്ഞ് വളരെ സമ്പന്നനായിട്ട് സന്തോഷവാനായിട്ടല്ലേ ജീവിക്കുന്നത്. കാര്യം ഈ ക്രൈമിൻ്റെ പ്രൊസീജിയറിൽ ഒരു ഭാഗം ഏതായാലും ഇവർക്കറിയാം പിടിക്കപ്പെടുമെന്ന്. അതെപ്പോഴും മാറ്റി സുരക്ഷിതമാക്കും. അല്ലെങ്കിൽ ബിനാമികളുമാണ് അവിടെ കൊണ്ട് കൊടുത്ത് എല്ലാം പോയി. ഇനി വേറൊരു കാര്യം സാറ് കേട്ടിട്ടുണ്ട്, പോലീസുകാർ ചോദ്യം ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ക്രിമിനൽ പറഞ്ഞതാണ്. അവർ പറഞ്ഞ പോലീസുകാർ പറഞ്ഞു ഞങ്ങൾക്ക് എന്ത് ചെയ്യാനൊക്കെ, നിന്റെ ഈ പണമെല്ലാം അവിടെ പോയി. സാറേ സത്യം പറയാമല്ലോ, ആഡംബര ജീവിതമാണ് ഞാൻ ആഗ്രഹിച്ചത്. ഈ ആഡംബര ജീവിതത്തിന് വേണ്ടി ഞാൻ ബോംബെക്ക് പോയിട്ടുണ്ട്. അവിടെ ചൂതുകളിക്ക് പോയിട്ടുണ്ടോ? പേരിന് പോയിട്ടുണ്ട്. അവിടെ ചൂത് കളിച്ചെൻ്റെ പണം എല്ലാം പോയി. അവസാനം ഞാനൊരു കേസിനകത്ത് അകപ്പെട്ട് ബോംബെ ജയിലിൽ കിടന്നു. തിരക്കപ്പിശ്ശേരിയാണ് ബോംബെ ജയിലിൽ കിടന്നു. അത് ചൂതുകളി സ്ഥലത്ത് നിന്ന് അടിയുണ്ടാക്കിയില്ല. അത് മനഃപൂർവ്വമാണ് അങ്ങനെ ഒരു അടിയുണ്ടാക്കി ജയിലിൽ പോയത്. പ്ലാൻഡാ. അപ്പൊ ചൂതുകളി സ്ഥലത്ത് പോയിട്ടുണ്ട്, അന്വേഷിക്കുമ്പോൾ ഉണ്ട്. അവിടെ അടിയുണ്ടായി, ജയിലിൽ പോയിട്ടുണ്ട്. അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. സാറേ അവിടെ എൻ്റെ പൈസ എല്ലാം പോയി. എങ്ങനെയാ പറയും? അതിനാണല്ലോ പോലീസുകാരുടെ ഒരു ഭാഷയുണ്ട്, പലയിടങ്ങളിലായി ചെലവായി പോയി. എവിടെയൊക്കെ പോയെന്നൊന്നും അറിയാം. അപ്പം അതൊന്നും ഞാൻ പറഞ്ഞ ഒരിക്കൽ പോയാൽ പോയി. ഇപ്പം എനിക്ക് അതിനകത്ത് തോന്നി വലിയ വിഷമം. ഈ 60,000 രൂപയൊക്കെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി ഒരു വിധത്തിൽ ഈ തട്ടിപ്പിൻ്റെ ഇരയായ സ്കൂട്ടർ കിട്ടിയവരുണ്ടല്ലോ, ആ സ്കൂട്ടർ ഇപ്പോൾ ക്രൈമിൻ്റെ പ്രൊസീജിയർ അല്ലേ, തൊണ്ടിയല്ലേ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം സാറേ. 60,000 രൂപ പ്ലസ് 5,300 വേറെ, പിന്നെ ഒരു 350 വേറെ, ഇത്രയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവർ. അപ്പോൾ ഏതാണ്ട് ഒരു 65,000 മുകളിലാണ് തുക ഓരോരുത്തർ കൊടുത്തിരിക്കുന്നത്, സ്കൂട്ടിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത്. ഈ 19 അക്കൗണ്ടുകൾ ഇദ്ദേഹത്തിന്റെ പേരിലുള്ള അക്കൗണ്ടിലേക്കാണല്ലോ പൈസ ചെന്നത്. 19 അക്കൗണ്ടുകൾ മരവിപ്പിച്ചു എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. ആ മരവിപ്പിച്ച അക്കൗണ്ടിൽ നിന്ന് ഇയാൾക്ക് ഇനി സാധ്യത ഇപ്പൊ മരവിപ്പിക്കാത്ത പൈസകൾ വേറെ എവിടെയെങ്കിലും കാണും, ലിക്വിഡ് മണി ആയിട്ടോ അല്ലെങ്കിൽ ഇതായിട്ടോ കാണും. കാരണം ഇത് അത്രമാത്രം കോടികളുണ്ട്. പിന്നെ അദ്ദേഹം പിടിക്കുക അങ്ങനെയാണല്ലോ. ഒരു ബിസിനസ് ഇതുപോലെ ഏതെങ്കിലും ഒരു ബിസിനസ് ചിട്ടിയൊക്കെ പൊട്ടിക്കുന്നതിന് മുമ്പ് അവനറിയാതെ പൊട്ടാൻ പോകുന്നത്. അപ്പോഴത്തേനെ അത് മാറ്റാനുള്ളതൊക്കെ മാറ്റും. ഈ കേസിനകത്തുനിന്ന് രക്ഷപ്പെടാനുള്ള പഴുതുകളൊക്കെ അന്നേരം ഉണ്ടാക്കും. ഇതൊക്കെ ക്രിമിനൽസ് അല്ലേ. ഞാൻ പറയുന്നത് ഇവരൊക്കെ ഇത്രയും വലിയ ഹാർഡ് ആൻഡ് ക്രിമിനലിൻ്റെ ബ്രെയിനുമായിട്ടാണ് നടക്കുന്നത്, ചീറ്റിംഗ് ബ്രെയിനുമായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അവരിതൊക്കെ നേരത്തെ മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. അഭിഭാഷകരുടെ സഹായം വരെ തേടിയിട്ടുണ്ടോ? ഒരുപക്ഷെ ഏതെങ്കിലും അഭിഭാഷകനെ കണ്ട് ചോദിച്ചിട്ടുണ്ടോ, എവിടെ സാറേ ഇങ്ങനെയൊക്കെ വന്നാൽ സംഭവിക്കുന്നു, അവിടെ ഇതിൻ്റെ നിയമങ്ങളുണ്ടെന്ന് പറഞ്ഞു. അത് മേലാഴിയുണ്ടോ? തീർച്ചയായിട്ടും. ഇത് ഈ മലയാളിയെ സംബന്ധിച്ചിടത്തോളം സാർ ആദ്യം പറഞ്ഞല്ലോ, വല്ലാതെ ഉപഭോഗ സംസ്കാരത്തിന്റെ കെണിയിൽപ്പെട്ട് മലയാളി ആഡംബര ജീവിതത്തിന്റെ എല്ലാവിധ സുഖഭോഗങ്ങളിലും അങ്ങനെ ജീവിക്കുകയാണ്. അപ്പൊ അവന് എവിടെ നിന്നാണ് ഈ ഇത്തരം കാര്യങ്ങൾ കിട്ടുന്നത്? ചുമ്മാ പൈസ കിട്ടും, അതിന്റെ പിന്നാലെ പായുകയാണ്. സാറേ ക്രിസ്ത്യാനികളുടെ ഒരു പ്രാർത്ഥനയുണ്ട്, എത്ര അന്വർത്ഥമായ ഒരു പ്രാർത്ഥനയാണ്. പരീക്ഷയിലേക്ക് എന്നെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ തിന്മപ്പെട്ടവനിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. ഇത് പ്രലോഭനങ്ങളിൽ എന്നെ വീഴിക്കരുത്, പിന്നെയോ തിന്മപ്പെട്ടവനിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഇതിനു വേണ്ടി ചെയ്യുന്നേ. പക്ഷേ ഇത് പ്രാർത്ഥിക്കുന്ന ആളും പ്രലോഭനം വരുമ്പം വീണു. പണത്തിന്റെ പ്രലോഭനം അല്ലെങ്കിൽ സ്വത്തിന്റെ പ്രലോഭനം. ഇപ്പം നമ്മുടെ ഈ പ്രാർത്ഥന എന്ന് ചൊല്ലിക്കൊടുക്കുന്ന ഒരു പരിശുദ്ധ പിതാവിൻ്റെ അടുക്ക ചെന്നേച്ചും ഇപ്പുറത്തിലൊരുത്തം പറയുക, സാറേ നമ്മുടെ ഈ ഇടവകപ്പെട്ട പാവപ്പെട്ടതായ കുട്ടികൾക്ക്, വീടില്ലാത്തവർക്ക് വീട് വെക്കാനായിട്ട് ഒരു സഹായം ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്, അതിന് വേണ്ട ഏർപ്പാട് ചെയ്തു തരണം. വളരെ സന്തോഷം. അപ്പോൾ ആ മേൽപ്പട്ടക്കാരൻ്റെ ഒരു കഴിവ് കൊണ്ട് അവിടെയുള്ളവർക്ക് വീട് കിട്ടുകയല്ലേ, ഉടനെ വെച്ചു. അതിൻ്റെ പുറകിലുള്ള ചരട് എന്നാന്ന് ഇദ്ദേഹം അറിയുന്നുണ്ടോ? അപ്പം ഒരു മിനിമം ഒരു കാര്യം മനുഷ്യൻ ചിന്തിച്ചാൽ മതി. ആ ഒരു അമിതമായി ആദായം ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് അത് ചൂണ്ടയാണ്. എന്നാൽ അദ്ദേഹം തന്നെ അങ്ങ് ചെയ്ത് ലാഭിച്ചോണ്ടാ പറ്റില്ലോ, എന്നെ പിടിക്കുന്നത്. അല്ല, അത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു അവബോധം സാധാരണക്കാരനായ മലയാളിക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ളത് കഷ്ടമാണ്. ഏതായാലും അവരെ വിശ്വസിപ്പിക്കാൻ പറ്റിയ ഒത്തിരി തന്ത്രങ്ങൾ ഇവർ ഇറക്കുന്നുണ്ട്. അത് സ്വർണ്ണക്കട മുഖേന, അല്ലെങ്കിൽ സ്വർണം മുഖേന, അല്ലെങ്കിൽ മറ്റ് ചില ചിട്ടി മുഖേന, പിന്നെ വേറെ ചില സാധനങ്ങൾ, വിൽപ്പനയ്ക്കുള്ള സാധനങ്ങൾ മുഖേന, ഇങ്ങനെ പലതരം തട്ടിപ്പുകളാണ് വരുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം മലയാളി വീണ്ടും ഇതിൽ വീഴും. അത് ഞാൻ പറയുന്നത് മാതാപിതാക്കന്മാർക്കും അതിലേറെ ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസം ചെയ്യുന്ന അധ്യാപകർക്കും ഇതിനകത്തൊരു പങ്ക് വഹിക്കാനുണ്ട്. അധ്യാപകർ ചെറുപ്പത്തം മുതലേ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം, ഇതിങ്ങനെ പ്രലോഭനങ്ങൾക്ക് നീ വീഴരുത്. മാതാപിതാക്കൾ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കണം. സാറിനെ പോലുള്ള അധ്യാപകർക്ക് ഇത് വളരെ റോളുണ്ട്. തീർച്ചയായിട്ടും എവിടെയെല്ലാം സാറ് പ്രഭാഷണങ്ങൾ നടത്തും, സാംസ്കാരിക സമ്മേളനങ്ങളിലും എന്ന് വേണ്ട എത്ര പ്രഭാഷണങ്ങൾ സാർ
സാറെപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സാഹിത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അവബോധം ഈ പ്രസംഗങ്ങളൊക്കെ നടത്തുമ്പോൾ ഇങ്ങനെയുള്ള ഉദാഹരണമൊക്കെ പറയും ഇങ്ങനെയുണ്ട് സാറ് പറയുന്നില്ല? അത് തീർച്ചയായിട്ടും ഉണ്ട് സാർ. ഞാൻ ഈ പ്രലോഭനങ്ങളുടെ കാര്യം പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മുടെ കുഞ്ഞുങ്ങൾ ബൈക്ക് ആക്സിഡൻറ്റിൽ കുറ്റിയേറ്റ് പോകുന്നു, നമ്മുടെ കുഞ്ഞുങ്ങൾ വെള്ളം കാണുന്നിടത്ത് നോക്കാതെ ചെന്ന് ചാടുന്നു. ഇതൊക്കെ അധ്യാപകർക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. അവിടെ കയറി ലഹരിക്കടിമയാവുന്ന കുട്ടികൾ, അവിടെ അവിടെ ക്ലാസ് എടുക്കേണ്ടത് പോലീസുകാരോ എക്സൈസുകാരോ ഒന്നും അല്ല. സത്യത്തിൽ കലാലയങ്ങളിലും പള്ളിക്കൂടങ്ങളിലും അധ്യാപകർക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയേണ്ട കാര്യമല്ലേ ഇത്? അവർ പറഞ്ഞാലല്ലേ കുട്ടികൾ കൂടുതൽ കേൾക്കുന്നത്. അതിനകത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നമല്ല, അധ്യാപകൻ ഒരു വടി എടുത്ത് അടിച്ചാൽ അന്ന് നമ്മുടെ ചെറുപ്പകാലത്ത് കൈനീട്ടി അടി മേടിക്കുകയാണ്, ഹോംവർക്ക് ചെയ്തില്ലേ അടി മേടിക്കുക. ഇപ്പൊ അതിന് പകരം ഒന്ന് ചെവിയെ പിടിച്ച് കിഴിക്കിയാൽ അയാളുടെ പേരിലുണ്ട് കേസെടുക്കുകയാണ്. ചൈൽഡ് റൈറ്റ് ആക്ട് അനുസരിച്ച് അത് ഇപ്പോഴും നിലവിൽ കേസ് എന്ന് മാത്രം സാറേ, ഭീഷണിപ്പെടുത്തല്ലേ പുറത്തേക്ക് ഇറങ്ങി വാ കാണിച്ചു തരാം ചെയ്യും. അപ്പൊ അധ്യാപകൻ എന്തെങ്കിലും ചേർക്കുമോ? ഇപ്പൊ റാഗിങ്ങിന്റെ കേസ്, ഇപ്പൊ പുതിയ കേസ് നടക്കുന്ന സാറ് അറിഞ്ഞല്ലോ. എത്രയോ ക്രൂരമായിട്ടാണ്. തൊട്ട് ചേർന്നാണ് ഹോസ്റ്റൽ, തൊട്ട് ചേർന്നാണ് പ്രിൻസിപ്പൽ തന്നെയാണ് വാർഡൻ. ഇതൊക്കെ അറിയുമ്പോഴും അവിടെ സംഭവം 3 മാസമായിട്ട് അതിക്രൂരമായി നടമാടുകയായിരുന്നു. അതൊക്കെ പോട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് സാർ, നമ്മുടെ ഈ മലയാളിയുടെ ഇപ്പൊ എല്ലാവരും കൂട്ടനിലവിളിയാണ്. കുറച്ച് നാളത്തേക്കുണ്ട്, അത് കഴിഞ്ഞ് മറക്കും. ഈ പോയ പൈസ പോട്ടെ, പണിയെടുത്ത പൈസ ഏതായാലും പോയത് പോട്ടെ എന്നല്ലാതെ വേറെ ഒന്നും ചിന്തിക്കാനാവില്ല. കുറെ ആളുകൾ അതുകൊണ്ട് തടിച്ചു കൊഴുക്കും. അതിനകത്ത് നമ്മൾ സാറേ ഈ NGOസിനെ സാറിനറിയാം, നോൺ ഗസറ്റഡ് ഓർഗനൈസേഷൻസ്, ഈ NGOs ഇങ്ങനെ വന്ന് ഒട്ടേറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവരെ നമുക്ക് പൂർണ്ണമായി തള്ളിപ്പറയാനൊന്നും ആവില്ല. കാരണം അവരുടെ സഹായങ്ങൾ കൊണ്ടാണല്ലോ തീർച്ചയായും നമുക്ക് റോട്ടറി ക്ലബ് ഉണ്ട്, ലയൺസ് ക്ലബ് ഉണ്ട്, എന്ത് സുതാര്യമായിട്ട് എത്രയും കാര്യങ്ങൾ നടത്തും. സാറൊക്കെ അതിന്റെ ആളാണ്. അപ്പോൾ തീർച്ചയായിട്ടും സാർ, അവരെ ഒരിക്കലും നമ്മൾ തള്ളിപ്പറയുന്നില്ല. പക്ഷെ അവരുടെ വിശ്വാസ്യതയും കൂടി നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമല്ലേ? തീർച്ചയായിട്ടും വലിയ കഷ്ടമായിപ്പോയി. ഞാനും അതിനെക്കുറിച്ച് ആലോചിച്ചു. ഈ NGOമാരെന്നൊക്കെ പറയുന്നവർ ഒത്തിരി സാമൂഹ്യ സേവനം നിസ്വാർത്ഥമായി ചെയ്യുക. അവരുടെ കയ്യിൽ ഇപ്പം റോട്ടറി ക്ലബിൻ്റെ കാര്യമൊക്കെ സാറിപ്പോൾ ഇതൊക്കെ ഓരോ ക്ലബ് അംഗങ്ങളും അവരുടെ കയ്യിൽ നിന്ന് മുടക്കി ഇത് ചെയ്യുന്നത്. അല്ലാതെ മോളിൽ നിന്നൊന്നും ഈ പറയുന്ന CSR ഫണ്ടൊന്നും ഒന്നുമില്ല. ഇതെല്ലാം കയ്യിൽ നിന്ന് മുടക്കി ചെയ്യുക. അങ്ങനെയുള്ള NGOമാരെ ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്കും എന്തൊരു മോശം ഉണ്ടായിരിക്കും. പിന്നല്ലേ, എന്ത് ചെയ്യാം? അതിപ്പോ ഈ പ്രത്യേകിച്ച് സായിഗ്രാം പോലുള്ള അതിന്റെ ഡയറക്ടർ പോലുള്ള ആളുകൾ ഇതിലേക്ക് വരുമ്പോൾ പിന്നെ നമ്മൾ ആരെ വിശ്വസിക്കും? അതാരും വിശ്വസിക്കും. ഇത്രയും ഉന്നത തലങ്ങളിൽ ബന്ധമുള്ള കേന്ദ്രത്തിലൊക്കെ വളരെ പ്രധാനമന്ത്രിയുടെ അടുത്തെത്തി അദ്ദേഹത്തിന്റെ കയ്യെ കയറി പിടിക്കാൻ ഈ പറയുന്ന അനന്തകൃഷ്ണന് സാധിച്ചു എന്ന് പറഞ്ഞാൽ അയാളെ വിശ്വസിച്ചു പോവില്ലേ? വിശ്വസിച്ചു പോകും, ആളുകൾ വിശ്വസിച്ചു പോകും. അതാണ് നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യം. ഇതൊക്കെ അപ്പോൾ സാധാരണ ആരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു എന്നുള്ളതൊക്കെ അല്ല പ്രശ്നം. സാറ് ഒരു ഈ നിയമവിദഗ്ധൻ എന്നതിനപ്പുറത്ത്, ഞാൻ ഇത്രയും നേരം അത് ചോദിക്കുകയായിരുന്നു, ഇതിനപ്പുറത്ത് ഇത്തരം സാമൂഹിക വിപത്തുകൾക്കെതിരെ സാഹിത്യത്തിലൂടെയും കലകളിലൂടെയൊക്കെ പ്രതികരിക്കുന്ന ഒരാളാണല്ലോ. സാറിൻ്റെ പ്രധാനപ്പെട്ട 2 നോവലുകൾ. അതുകൂടാതെ സാർ ഒട്ടേറെ നോവലുകൾ, ഒരു കാലത്ത് ഇവിടെ അടിമാലി ഫെസ്റ്റൊക്കെ നടക്കുമ്പോൾ സാറിൻ്റെ നാടകങ്ങൾ അരങ്ങ് തകർത്ത് കളിക്കുമായിരുന്നു. ആ കൂട്ടത്തിൽ ഈ ആടുമാഞ്ചിയത്തിനെതിരെ അതിശക്തമായൊരു നാടകവുമായി സാർ രംഗത്ത് ഓർക്കുന്നു. ഞാൻ ജഡ്ജായിട്ട് അവിടെ ഓർക്കുന്നുണ്ട്. തവളനന്ദ ഫ്രോഗ് ഫാം എന്നായിരുന്നു ആ നാടകത്തിന്റെ പേര്. തവളനന്ദ ഫ്രോഗ് ഫാം, ശരിയാണ്. തവള ഒരു പട്ടിപിടുത്തക്കാരനായ ഒരു മനുഷ്യനായിരുന്നു ഈ തവളനന്ദ ഫ്രോഗ് ഫാമിന്റെ മാനേജിംഗ് ഡയറക്ടർ. അദ്ദേഹം പട്ടി പിടിച്ചതിന് പഞ്ചായത്ത് പട്ടി പിടിച്ച് കിട്ടുന്ന കാര്യം കൊണ്ട് ജീവിച്ചുകൊണ്ടിട്ടാണ്. തുടർന്ന് അയാൾ തവളനന്ദ ഫ്രോഗ് ഫാം ഉണ്ടാക്കി. പരസ്യമാണ്. എന്താ പരസ്യം? ഒരു തവള മുട്ടയിട്ടാൽ നേരെ മുട്ടയിട്ടു. അപ്പോൾ ഒരു തവളയെ സ്പോൺസർ ചെയ്യുന്നതിന് വെറും 20 രൂപയുള്ളൂ. 20 രൂപയുടെ തവള ഒരു വർഷം കഴിയുമ്പോൾ ലക്ഷക്കണക്കിനായി മുട്ടയിടും. 2000 മാറും. അത് ഇന്ന കുളത്തിലാണ് നിക്ഷേപിച്ചത്, ഇന്നടത്താണ് ഇട്ടിരിക്കുന്നതെന്നും പറഞ്ഞ് മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് പണം മുഴുവൻ മേടിക്കുക. അവസാനം തവള അദ്ദേഹം തന്നെ പറയാം, നിർഭാഗ്യമെന്ന് പറയട്ടെ, ഒരു വലിയ രോഗം വന്ന് എൻ്റെ തവളകളെല്ലാം മരിച്ചുപോയി, ചത്തൊടുങ്ങി. അതുകൊണ്ട് നിങ്ങളെല്ലാം ക്ഷമിക്കണം, ഇനിയും ഞാൻ തവളയെ വീണ്ടും വളർത്താൻ പോവാ. അപ്പോഴും അന്ന് പറഞ്ഞിട്ട് വീണ്ടും കത്തിച്ചു. അവസാനം നാടകത്തിൻ്റെ അവസാനം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പാവം മനുഷ്യൻ അയാളുടെ മകളെ കെട്ടിക്കാനുള്ള പൈസയെല്ലാം കൂടി ഇതിനകത്ത് മുടക്കി എല്ലാം നശിച്ചുപോയി എന്ന് മനസ്സിലായി. പിന്നെ പള്ളിയിലെ അച്ഛൻ്റെ അടുത്ത്, അച്ചോ എല്ലാം പോയി അച്ചോ, എൻ്റെ കാശെല്ലാം തവളയുടെ കൊടുത്ത് നശിച്ചു പോയി, എന്നാ ചെയ്യാനെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്, മകനെ ആ മനുഷ്യനോട് ഒരു സ്വർണ്ണക്കുരിശ് തന്നു. സ്വർണ്ണക്കുരിശാണെന്നാണ് വിചാരിച്ച് ഇടയ്ക്ക് പൂട്ടിയപ്പോൾ പോയി പരിശോധിച്ച് നോക്കും, മുക്കുമണ്ഡമാണെന്ന് മനസ്സിലായി. ആ പാവത്തിന് തവളയെല്ലാം മരിച്ചുപോയി, വല്ലതും ചെയ്യാനുണ്ടോ?
പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കാൻ മോനെ നീ പ്രാർത്ഥിച്ചു. മുട്ടിപ്പോയ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അതേ പറയാം. സാറ് പറഞ്ഞത് എത്രയോ വാസ്തവമാണ്. അവിടെയും അവൻ പറ്റിച്ചു. അവിടെ സ്വർണ്ണക്കുരിശാന്നും പറഞ്ഞു കൊടുത്ത് അവൻ വ്യാജക്കുരിശ് കൊടുത്ത് അവിടെ പറ്റിച്ചു. ഇത് തന്നെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഈ പാതി വിലയിൽ തന്നെ സാറിന് അറിയാമല്ലോ, ഈ സ്കൂട്ടി വാങ്ങിച്ചത്, തയ്യൽ മെഷീൻ വാങ്ങിച്ചത്, രാസവളം വാങ്ങിച്ചത് ഒക്കെ കൂടി. ഇപ്പൊ രാസവളം വാങ്ങിച്ചത് 80 കോടി രൂപയുടെ രാസവളമാണ് കൊടുത്തത്. അതിൽ തന്നെ ഏതാണ്ട് പകുതി 40 കോടിയോളം രൂപ കൊടുത്തിട്ടില്ല. ഈ സ്കൂട്ടി വാങ്ങിച്ച കോതമംഗലം ഉൾപ്പെടെയുള്ള കടകളിൽ പൈസ കൊടുത്തിട്ടില്ല. അപ്പൊ അവന് എത്ര വലിയ തട്ടിപ്പാണ് നടക്കുന്നത്. ഇവിടെ പൈസ വാങ്ങുകയും ചെയ്തു, അവിടെ വാങ്ങിച്ചെടുത്ത പൈസ ഒരു പൈസ പോലും കൊടുത്തിട്ടില്ല. അപ്പൊ കടക്കാരൻ നഷ്ടം വന്നു. എൻ്റെ ഒരു കേസുകാരൻ്റെ ഒരു പറ്റുവരവ് ട്രാൻസാക്ഷന് നടത്തി അതിന് പൈസ കിട്ടാനുള്ളവൻ എൻ്റെ ഒരു കക്ഷിക്കെതിരെ കേസ് കൊടുത്തു. അപ്പോൾ അവനോട് ഞാൻ ചോദിച്ചു, നീ ഈ പൈസ കൊടുക്കാനുള്ളതുകൊണ്ടാണ്? സാറേ, അവനൊരു തട്ടിപ്പുകാരനാണ്, അവന് ഇത് കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ ചോദിച്ചു, സാറേ, ഞാൻ എൻ്റെ ഒരു ഹോട്ടൽ നടത്താനായിട്ട് എൻ്റെ അടുക്ക പലചരക്കടയിൽ പോകും, 100 മുട്ട തരാൻ പറയും. ഞാൻ അവിടെ നിന്ന് നോക്കുമ്പോൾ 100 മുട്ടയ്ക്ക് വരാം അവന് 60 മുട്ട 70 മുട്ട തരത്തുള്ളൂ. ആ 100 പറയും. അപ്പം ഞാനിത് കാണുന്നുണ്ട് എന്നെ പറ്റിക്കുന്നത്. അതുപോലെ അവൻ പലതിനും പറ്റി. അപ്പം അവൻ വിചാരിച്ചെന്നാ 100 മുട്ടയെന്ന് പറഞ്ഞാൽ 60 മുട്ട എനിക്ക് തന്നു, എന്നെ 40 മുട്ട പറ്റിച്ചെന്നാ. അപ്പം ഞാൻ കണ്ടു, നിന്നെ ഞാൻ ഈ 60 പറ്റിച്ചു, അതുകൊണ്ട് ഞാൻ കൊടുക്കാൻ കണ്ടോണ്ടല്ലോ. അവൻ എന്നെ ഒത്തിരി പറ്റിച്ചേ, അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല. എങ്ങനെ രണ്ട് പറ്റീരുകാർ ഒന്നിച്ച് വന്നിട്ട് അവർ തമ്മിൽ ഒരു നാടിൽ ഇറങ്ങിയാൽ, ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ തരം ഒരു പറ്റിക്കൽസ് ആൻഡ് ഒട്ടിക്കൽസ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഒരു സംഘമായി കേരളം മാറുക. അല്ല, എനിക്ക് അതിനെക്കുറിച്ച് മറ്റൊരു കാര്യം പറയണം. നമ്മുടെ പോലീസ് സംവിധാനം, ആഭ്യന്തര മന്ത്രി, ഹോം മിനിസ്റ്ററി ഉണ്ട്, പിന്നെ സ്പെഷ്യൽ ബ്രാഞ്ച്, ഇന്റലിജൻസ്, ഇങ്ങനെ പലതും ഉണ്ട്, വിജിലൻസ്, എന്തെങ്കിലും ഉണ്ട്. അങ്ങനെ ഒരു അവര് വിജിലൻ്റായി നിൽക്കും. അവര് ഒരു ക്രൈം കമ്മിറ്റ് ചെയ്തതിന് ശേഷം ആ ക്രൈമിലെ കുറ്റവാളിയെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിനേക്കാൾ കൂടുതൽ ഉള്ള ഉത്തരവാദിത്തം പ്രിവെൻഷൻ ഓഫ് ക്രൈമാണ്. ഇവരെ വെച്ചിരിക്കുന്നത് ടു പ്രിവെന്റ് ക്രൈമാണ്. ഒരാളെ കൊന്നു കഴിഞ്ഞതിന് ശേഷം കൊന്നവൻ്റെ പേര് കേസെടുക്കുന്നതിന് അയാളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് പോലീസിൻ്റെ. ഇതുപോലെ ഒരു സംഭവം നടക്കുമ്പോൾ ഈ രാജ്യത്ത് സ്പെഷ്യൽ ബ്രാഞ്ചും പോലീസും ഒക്കെ, ലോക്കൽ പോലീസ്, ഇത് അവരൊക്കെ അറിയാവുന്ന കാര്യമല്ലേ. ഇന്റലിജന്റ് ആയ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇത്തരം കാര്യങ്ങൾ വീക്ഷിക്കാൻ ഒരു ലോക്കൽ പോലീസ് സബ് ഇൻസ്പെക്ടർ ഇപ്പൊ അടിമാലി പോലീസ് സർക്കിൾ, അയാൾക്ക് ഈ ക്രൈമുമായിട്ട് ബന്ധപ്പെട്ടുള്ള അറിവുകളും പരിജ്ഞാനങ്ങളും പഠനങ്ങളും ഉണ്ട്. അതേ ഇങ്ങനെ ഇതെന്നെ സൗജന്യമായിട്ട് കൊടുക്കുന്നത് ഇന്റലിജൻസിനോട് ചോദിച്ചാൽ മനസ്സിലാവും. പക്ഷെ അവർ പോലും ഇതിന് കൂട്ടുനിന്നു എന്ന് വേണം വെക്കാൻ. ഞാൻ ഈ രാജ്യത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെന്തിനാ, ഇന്റലിജൻസും ഒക്കെ എന്തിനാ ഇവിടെ എന്തെങ്കിലും ക്രൈം നടക്കുന്നുണ്ടോ, ക്രൈം നടക്കാൻ സാധ്യതയുണ്ടോ, ലോ ആൻഡ് ഓർഡർ, ഇത് വിഷയം പഠിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത്. അത്ര വ്യാപകമായി ജനങ്ങളെ പറ്റിച്ച് 60,000 രൂപ 65,000 രൂപ വീതം ഓരോ ഐറ്റത്തിനും വാങ്ങുമ്പോൾ ഇത് ഇന്റലിജൻസിന്റെ ശ്രദ്ധയിൽ പെട്ടില്ല എന്ന് പറയാൻ ഒക്കെയില്ല. പറഞ്ഞെങ്കിൽ അതൊരു വലിയൊരു വീഴ്ചയാണ്, ഫെയിലിയർ അല്ലേ. തീർച്ചയായിട്ടും നമ്മുടെ പോലീസ് സംവിധാനത്തിന്റെ ടോട്ടൽ ഫെയിലിയർ എന്ന് വേണം കാണാൻ. കഴിയൊരു മാസികമായിട്ട് ഈ കാര്യങ്ങൾ നടക്കുക. അപ്പോൾ ജസ്റ്റ് ഒരു എൻക്വയറി നടത്തുക, ഇതെന്താ ഇവിടെ നടക്കുന്നത്, ഇവിടെ എന്താ സംഭവിക്കുന്നത്. ഇവരാണ്ട് ഷൂട്ടിംഗ് ആണെന്നും പറഞ്ഞെങ്ങാണ്ട് പോയി ആൾക്കാർ, പിള്ളേർ പോയി ഷൂട്ട് ചെയ്യുന്നിടത്തൊക്കെ പോയി എന്ത് ഷൂട്ടിംഗ്, അതിൻ്റെ കടലാസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. ഇത്രയും വ്യാപകമായ രീതിയിൽ ഈ കാര്യം നടത്തുമ്പോൾ ഇതാരാ ഈ അനന്തകുമാർ, ഇദ്ദേഹത്തിൻ്റെ സോഴ്സ് എന്താ, ഇതൊന്നും ചോദിക്കണ്ടേ? തീർച്ചയായിട്ടും ചോദിക്കണം. ഒരു ഇനീഷ്യലി അങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ പോലീസ് അതിനകത്ത് ഇടപെട്ടാൽ അവിടെ കൊണ്ട് നിൽക്കുകയല്ലേ. അല്ല സാർ, നിൽക്കാതിരുന്നതിന്റെ കാരണം എന്താണെന്ന് സാറിന് ബോധ്യമാവുന്നുണ്ടല്ലോ. കാരണം ഇപ്പോൾ നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് രാഷ്ട്രീയക്കാരൊന്നും മിണ്ടുന്നില്ലല്ലോ ഇതിനെക്കുറിച്ച്. അവരെ ഇപ്പം ഞാൻ പറയാം, സാറിനോട് പറയാം, സാറേ ഒന്ന് പ്രസംഗിക്കാൻ പറഞ്ഞു, സാറ് പ്രസംഗിച്ചു പോയില്ലേ എന്ന് പറഞ്ഞ പോലെ ഇപ്പം നമ്മുടെ MP MLA പറയാം, ഇന്നൊരു വലിയ കാര്യമുണ്ട് ചെയ്യാം, അവർ ഒന്ന് പ്രസംഗിച്ചു പോയി, അവർ നോക്കുമ്പോൾ സാധനം കൊടുത്തും പോയി, പണം പാർട്ടി ഫണ്ടിലേക്ക് കിട്ടിയെന്നൊക്കെ ഇവരൊക്കെ പറയുന്നുണ്ട്. അതിപ്പം കുഴപ്പമാവും. പ്രൊസീസ് ഓഫ് ദ ക്രൈം അല്ലേ. 5 ലക്ഷം രൂപ പാർട്ടി ഫണ്ടിലേക്ക് കിട്ടിയാൽ ദാറ്റ് ഈസ് ചീറ്റിങ്ങിന് ഭാഗമായിട്ട് ഉണ്ടാക്കി പറയുക. വേർ ഇസ് ദാറ്റ് മണി എന്ന് ചോദിച്ചാൽ കൊടുക്കണ്ടേ. ഞാനതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ തട്ടിപ്പൊക്കെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങൾ കുറച്ചുകൂടി വിജിലൻ്റ് ആണെങ്കിൽ കണ്ടെത്താവുന്നുള്ളൂ. അവിടെ കൊണ്ട് നിന്നേനെ. ഈ പണത്തിന്റെ മുകളിൽ പരുന്നും പറക്കില്ല എന്ന് പറയുന്ന പഴയ പഴമൊഴി എത്ര ശരി. ഈ പണം കാണുമ്പോൾ ഇവരെല്ലാം കൂടി ഇങ്ങനെ ചാടി വീഴുകയാണല്ലോ സാർ. പണ്ടില്ലായിരുന്നു കുറെ ആദർശ ശുദ്ധിയുള്ള, പണത്തോട് ആർത്തിയില്ലാത്ത, ഇല്ലേ, പഴയ ആർജവങ്ങളുള്ള നല്ല നേതാക്കന്മാരുണ്ടായിരുന്നു, നമുക്ക് പൊളിറ്റീഷ്യന്മാരുണ്ടായിരുന്നു. എല്ലാ ആർജവങ്ങളും നഷ്ടപ്പെട്ട് പുതിയ ആർത്തികൾ പെരുകയാണല്ലോ സാർ. മൂല്യച്യുതി എല്ലാ ഭാഗത്തും കാണുന്നുണ്ട്. ഈവൻ ജുഡീഷ്യറിയിൽ പോലും നമ്മൾ വലിയ ആദരവോടുകൂടി കണ്ടിരുന്ന അവിടെയൊക്കെ ഈ മൂല്യച്യുതി വരുന്നു എന്ന് കാണുമ്പോൾ ദുഃഖമാണ്.
അയ്യോ, അത് നമ്മുടെ സിസ്റ്റത്തെ, നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ, നമ്മുടെ ജുഡീഷ്യൽ സംവിധാനത്തെ, നിയമവ്യവസ്ഥയെ ഒക്കെ പാടെ ബാധിക്കില്ല സാർ. അത് പറഞ്ഞാൽ പണത്തിന് മേലെ കരുന്നും പറക്കുകയില്ല എന്ന് പറഞ്ഞാൽ പണമുണ്ടെങ്കിൽ ഈ രാജ്യത്തെ പോലീസിനെ സ്വാധീനിക്കാം, രാഷ്ട്രീയക്കാരെ സ്വാധീനിക്കാം. അതിന് ശേഷമല്ലേ ഇത് കോടതിയിലേക്ക് വരുന്നത്. കോടതി വന്ന് ഞാൻ പറഞ്ഞത് നീതി നടക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടെന്ന് ഒരു 50 കൊല്ലം പ്രാക്ടീസ് ഉള്ള ഒരു അഭിഭാഷകനായി എനിക്ക് പറയാനുള്ളത്. പാവങ്ങൾക്ക് നീതി കിട്ടുമോ സാറേ? ഞാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ശരിയല്ല, അങ്ങനെ യഥാർത്ഥമൊന്നും ആലോചിച്ച്. ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനെ ഒരു വിദഗ്ധനായ സാമാന്യം നല്ല ഫീസ് മേടിക്കുന്ന ഒരു അഭിഭാഷകനെ കിട്ടുമോ? പാവപ്പെട്ടവനാ ഒന്ന് നോക്കൂ. ആ സമയത്ത് ധാരാളം ധനമുള്ളവനാ, അവൻ എന്ത് ചെയ്യും? ഈ കോടതി ജാമ്യം നിഷേധിച്ചു, ഉടനെ അടുത്ത കോടതി പോകും, അത് സുപ്രീം കോടതിയിലെത്തും. അല്ല, സിനിമാക്കാരൊക്കെ അങ്ങനെയല്ലേ സാർ? ഒന്ന് ഇപ്പം ജസ്റ്റ് നമ്മൾ തന്നെ ഇപ്പം അത് നമ്മുടെ മഹാനടൻ സിദ്ദിഖിനെ ജാമ്യം നിഷേധിച്ചു. മറ്റൊരു സാധാരണക്കാരനായ ഉടനെ വില വീഴും. ഉടനെ ഹൈക്കോടതി പോയി, ഹൈക്കോടതി തള്ളുന്നു, ഉടനെ വീഴും. ഇല്ല, സുപ്രീം കോടതി നാളെ രാവിലെ ആരാ അപ്പിയർ ചെയ്യുന്നത്? വലിയ വലിയ നിയമ വിദഗ്ധന്മാർ അപ്പിയർ ചെയ്യും. ശരിയല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട് സാറേ ഒരു മർഡർ കേസ്, എനിക്കൊക്കെ സങ്കടം തോന്നിയിട്ടുണ്ട്. ഒരു മർഡർ കേസാണ്, അവനെ കണിച്ച് മൃത വിടാനോ പ്രൈവറ്റ് ഡിഫൻസ് വാസ്തവത്തിൽ ഷാപ്പിലിരുന്ന് അവനെ തല്ലി നിരപ്പാക്കിയപ്പോഴത്തേന് അവനൊരു കമ്പെടുത്ത് അടിച്ചു, മറ്റോ ചത്തുപോയിരുന്നു. പക്കാ പ്രൈവറ്റ് ഡിഫൻസാണ്. അവന് പൈസയില്ല. അപ്പം അവനൊരു നല്ല വക്കീലിൻ്റെ അടുത്ത് പോകാനൊക്കെ ഇരുന്നത്, പുതിയ കൊച്ചു വക്കീലിൻ്റെ അടുത്ത് പോയി ആ കേസ് വിസ്തരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുക. കോടതി ചോദിക്കുന്നു ആ വക്കീലെ ആ കേസ് അനുസരിച്ച് തന്നെ പ്രതിയെ വിടണം, പക്ഷെ ഇങ്ങനെ ചോദിച്ചാൽ എങ്ങനെ വിടും? അയാൾ സ്വയരക്ഷയ്ക്ക് വേറെ ഈ സംഭവമേ നിഷേധിക്കുക. സ്വയരക്ഷ ആ കഥവെ വിടുക. അവിടെ അതിനുള്ള എല്ലാം കിടക്കും, ഡെസ്ക് മറിഞ്ഞു കിടക്കുന്നു, കുപ്പി പൊട്ടിക്കിടക്കും, അതൊക്കെ എല്ലാം കളവാന്നാ പറയുന്നത്. നിയമം അറിയാവുന്ന ജഡ്ജി ചോദിക്കുക, എന്ത് ചെയ്യും? അവസാനം അവനെ ശിക്ഷിച്ചു. ഹൈക്കോടതി പിന്നെ റിമാൻഡ് ചെയ്തു എന്നാണ് അവൻ രക്ഷപ്പെട്ടത്. ഞാൻ ചോദിക്കുന്നത്, അറിവുള്ള കഴിവുള്ള ഒരു അഭിഭാഷകനെ കിട്ടണ കാശ് കൊടുക്കണം, അതില്ല, ഒരു ലക്ഷ്യമുണ്ട്. ഇനി നമുക്ക് പല കാര്യങ്ങളിലും ഞാൻ കണ്ടുവരുന്ന കാര്യം, എനിക്ക് അഭിഭാഷകൻ എന്നുള്ള രീതി പറയാവോ? ഒരു കേസിലെ പ്രതിക്ക് വേണ്ടി ജാമ്യാപേക്ഷ കൊടുത്തു, മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തു, തള്ളിക്കളഞ്ഞു. ഒരു നല്ല ഫീസൊക്കെ തന്നതാണ്. അതിനെതിരെ ഹൈക്കോടതി പോയി, ഹൈക്കോടതി ജാമ്യാപേക്ഷ നിഷേധിച്ചു. അപ്പോൾ ഈ പ്രതി ചോദിച്ചു, ഇനി എന്തെങ്കിലും രക്ഷപ്പെടാനുള്ള മാർഗമുണ്ടോ? സുപ്രീം കോടതി പോയാൽ നമുക്ക് എന്തെങ്കിലും വക്കീലിനോട് ചോദിച്ചു. വക്കീലിനോട് സുപ്രീം കോടതി പോയാലും കിട്ടാൻ ബുദ്ധിമുട്ടാണ് സാറേ. പൈസ എനിക്ക് പ്രശ്നമല്ല, എങ്ങനെയെങ്കിലും ജയിലിൽ പോകാതെ രക്ഷിക്കണം. യെസ്, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറാണല്ലോ ഇതിൻ്റെ പുറകിലിരിക്കുന്നതാണ്. ആ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ എങ്ങനെ സ്വാധീനിക്കാം? അതൊക്കെ അവിടെ കൊണ്ടുപോയി വേണ്ട. ഇതിൻ്റെ ഈ ജാമ്യാപേക്ഷ കൊടുത്തതിൻ്റെ ഏതാണ്ട് പകുതി പണമേ ആയിരുന്നു. നീ വെക്കോ, അറസ്റ്റ് ചെയ്യുന്നില്ല, നീ വെക്കോ, ഞങ്ങൾ ഒരു ഡ്രാമ വെക്കും, നിന്റെ വീട്ടിൽ വന്നൊക്കെ ഒരു അന്നൊരു മാർഗം ഉണ്ടാക്കണം. കുറച്ച് കഴിഞ്ഞ് ചാർജ് കൊടുത്തു, അയാൾ ജാമ്യത്തിൽ ഇറക്കി. അങ്ങനെ എന്തെല്ലാം സംഭവങ്ങളാണ് അതൊക്കെ കാണുമ്പോൾ സാറേ നമുക്ക് തന്നെ തോന്നുന്നു, ഈ പണമുള്ളവർ നിർമ്മിച്ച നീതിക്ക് ഇതിലൊന്നും പറയുവാനില്ലേ എന്ന് 1945 ചങ്ങമ്പുഴ ദീർഘ സ്വഭാവത്തെ ചോദിച്ചിരുന്നു. നമ്മളത് ചോദിക്കുമല്ല, അതൊന്നും മാർഗമില്ല. സാറ് സമയത്തിൻ്റെ പരിമിതി കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അവസാനമായി ഈ സാറിനെ കുറിച്ച് വലിയ പ്രതീക്ഷ ഇത് കേൾക്കുമ്പോൾ പ്രേക്ഷകർക്കുണ്ട്. സാറ് പറഞ്ഞാൽ അത് വാസ്തവമായിരിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒത്തിരി ഇരകളുണ്ട്. അതുകൊണ്ടാണ് സാറിനെ തന്നെ ഇതിനകത്ത് വിളിക്കാനുള്ള കാരണം. സാർ, അവർക്ക് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷ വളരെ വിദൂരമാണ്. പോയവരുടെ പോയി, കിട്ടിയവരും തന്നെ ഇപ്പോൾ ബുദ്ധിമുട്ടിലാവും. പോയവരുടെ പോയി എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഇപ്പം ഈ കിട്ടിയാലേ പ്രയോജനമുള്ളൂ. ഇനി കിട്ടുമ്പം തന്നെ മുഴുവൻ കിട്ടുകയുള്ളൂ വർഷങ്ങൾക്ക് ശേഷം. അപ്പം അവരൊക്കെ ഈ പോയവരൊക്കെ അവരുടെ ജീവിത സാഹചര്യം തന്നെ മാറും. അപ്പം ഇത് നോക്കി ഇരുന്നിട്ട് ഞാൻ പണം കിട്ടിയിട്ട് ഇതും കിട്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാവുന്ന ഒരു കാരണവശാലും ആരും വിചാരിക്കണ്ട. ലോൺ എടുത്തവരാണെങ്കിൽ ലോൺ അടയ്ക്കാമെന്നൊന്നും അതൊന്നും വിചാരിക്കേണ്ട. അത് കിട്ടുമ്പം കിട്ടി. എന്നാലും ഇന്നേ വരെ ഇങ്ങനെയുള്ള ചതിയിൽപ്പെട്ട് പണം നഷ്ടപ്പെട്ടവർക്കൊക്കെ പണം തിരികെ കിട്ടുന്നത് വളരെ ചുരുക്കം. ആപ്പിൾ ട്രീ ചിട്ടി ഫണ്ട് വരെ കൊണ്ടല്ലോ, ഒന്നും കിട്ടാറില്ലല്ലോ. അതുകൊണ്ട് പോയി, അബദ്ധം പറ്റി എന്ന് വിചാരിക്കുക. വലിയ പലിശ കിട്ടും. ഒരു കാര്യം ചെയ്യട്ടെ, ഈ പോയവരൊക്കെ ഒരു വലിയ ജനങ്ങളെ ഒന്ന് ബോധവൽക്കരിക്കുക. മേലാലെങ്കിലും ഇങ്ങനെ സംഭവിക്കരുതെന്നൊരു ബോധവൽക്കരണം നിങ്ങൾ ചെയ്യുക. അതേ ഉള്ളൂ നിങ്ങൾക്ക് സമൂഹത്തോട് ചെയ്യാം. തീർച്ചയായിട്ടും സാർ, വളരെയേറെ നന്ദിയുണ്ട്.
കാരണം ഇത് ആളുകൾക്കൊട്ടേറെ ആശ്വാസകരമാണ്. ആളുകളെല്ലാം തീ തിന്ന് കഴിയുകയാണ് പലപ്പോഴും. അപ്പോൾ പണം പോയത് സാധാരണക്കാരൻ്റെയാണ്. സാധാരണ അതാണ് അവിടെയാണ് ഏറ്റവും ധനവാന്യ വലിയ. അവന് 60 രൂപ, ഈ 60,000 രൂപ എന്ന് പറഞ്ഞത് പണമുള്ളവന്റെ 60 ലക്ഷം രൂപ പോലെയാണ്. ഈ കേസിനകത്ത് അല്ല. അതാ പാവപ്പെട്ടവൻ ദാരിദ്ര്യ ആ രേഖയ്ക്ക് തീർച്ചയായും. താഴെയുള്ളവരുടെ അത് പണം കണ്ണീരുപ്പിട്ട് കഞ്ഞി കുടിക്കുന്ന ഒരു പതിത വർഗത്തിന്റെ പൈസയാണ്. അതാണ് അതിന്റെ വാക്ക്, അതാണ് കണ്ണീര് അതാണ് ഉപ്പിട്ട്. കണ്ണീരുപ്പിട്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിന് വില ഉണ്ടാവണം. ആ പൈസ തിരിച്ചു കിട്ടേണ്ടതാണ് എങ്ങനെയെങ്കിലും. അതിന് സർക്കാരും മറ്റുള്ളവരും എല്ലാവരും വളരെ ശക്തമായി പ്രതികരിക്കും നമുക്ക് വിചാരിക്കാം. ഒത്തിരി എനിക്ക് നന്ദി. സാറിനോട് ഒരു വിഷയം കൂടെ ഉണ്ട്. സാറ് ഇനി ധാരാളം പ്രാസംഗികനായിട്ട് ധാരാളം സ്ഥലത്ത് പ്രാസംഗം, അപ്പോഴൊക്കെ ഒരു 5 മിനിറ്റ് ഇത്തരത്തിൽ ജനങ്ങൾ ചതിയിൽപ്പെടാതിരിക്കാനുള്ള ഒരു ബോധവൽക്കരണം നടത്താൻ ശ്രമിക്കണം. തീർച്ചയായിട്ടും അങ്ങയുടെ ഉപദേശം ഞാൻ ശിരസാ വഹിക്കുന്നു. തീർച്ചയായിട്ടും സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും പറയും സർ. നന്ദിയുണ്ട് സർ. എന്താണ് ശരാശരി മലയാളിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ചെറിയ തട്ടിപ്പുകൾ തൊട്ട് വൻ കോടികൾ വരെയുള്ള തട്ടിപ്പുകളിൽ എന്തുകൊണ്ടാണ് നിസ്സാരമായി മലയാളി ചെന്ന് വീഴുന്നത്? ഈയാമ്പാറ്റകളെപ്പോലെയാണ് എല്ലാം സംഭവിക്കുന്നത്. ഒന്ന് കഴിയുമ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം അടുത്ത തട്ടിപ്പിൽ മറ്റൊരു വിധത്തിൽ മലയാളി ബലിയാടാവുന്നത്. നമുക്കിതിനെതിരെ ഒരു കരുതൽ വേണ്ടേ? നമുക്കിതിനെതിരെ തീർച്ചയായിട്ടും ശക്തമായ ഒരു കാഴ്ചപ്പാട് വേണ്ടേ? നന്ദി, നമസ്കാരം.